ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേരുടെ ക്രെഡിറ്റ് കാർഡ്സ് ബ്ലോക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അത് കുറേ ഇഷ്യൂസ് ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് തന്നെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അവരുടെ എന്താ പറയുക, ലിമിറ്റ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ആയി, പേയ്മെൻറ്റ്സും സംഭവത്തിലൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല, നമ്മൾ കറക്റ്റായിട്ട് അവിടെ അടയ്ക്കാറുള്ളതാണ്, സിവിൽ സ്കോറിനും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് മെസ്സേജ് വന്നേക്കുന്നതാണ് സിവിൽ സ്കോർ ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ കുറേ പേർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലിമിറ്റ് ഡിക്രീസ് ആണ് മെയിനായിട്ട് കുറേ പേർക്ക് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ 2-3 റീസൺസ് ഇപ്പോൾ ആക്ച്വലി ബാങ്ക് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില ക്രെഡിറ്റ് കാർഡ്സ് ബാങ്ക്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേൾഡ് കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യണ്ട. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നുണ്ട്, മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ, പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ താഴെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ മിക്ക ആൾക്കാരും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് പുതിയ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ആണോ അതോ പുതിയ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ, അവർ കാർഡ് കിട്ടിയ ഉടനെ തന്നെ മെജോറിറ്റി ഓഫ് ദെയർ ലിമിറ്റ്, അല്ലെങ്കിൽ ഒരു 90% അല്ലെങ്കിൽ 95% ഓഫ് ദ ലിമിറ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ആൾക്കാരുടെ ഇപ്പോൾ നോട്ടീസായിട്ട് വരുന്നുണ്ട് ബാങ്കുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വൺ കാർഡ്, കോർബറർ ക്രെഡിറ്റ് കാർഡൊക്കെയാണ് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ ലിമിറ്റേഷൻസ് സംഭവങ്ങളൊക്കെ വൺ കാർഡിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിലത്തെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, മിക്ക ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് റൺ പേയ്മെന്റ് എന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിലത്തെ ബാലൻസ് ലിമിറ്റ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന പരിപാടി, അത് ശരിക്കും നമ്മൾ റൺ പേയ്മെന്റ് എന്നല്ല ചെയ്യുന്നത്. ഇതിലൊരു 100% നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും റൺ പേയ്മെന്റ് എന്നല്ല ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചിട്ട് നമുക്ക് കാശ് എടുക്കാനുള്ള പരിപാടിയിലാണ് അത് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, പേസ വാലറ്റിൽ കൂടെ നമുക്ക് സുഖമായിട്ട് തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും ചെയ്യും. നമ്മൾ 2ാം ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നത് എങ്ങനെ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അത് കണ്ണത്തോട് പോയി കണ്ടുപോകുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലംസാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ റൺ പേയ്മെന്റ് സംഭവത്തിനൊന്നും എൻകറേജ് ചെയ്യല്ല. എന്ന് വെച്ചാൽ അത് ആക്ച്വലി RBI തന്നെ ഈ സംഭവം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ എന്താ പറയുക ലിമിറ്റേഷൻസും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് ഡിക്രീസ് വരുന്നതും അതുപോലെ തന്നെ കാർഡ് ബ്ലോക്ക് ആവുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇപ്പോൾ നോട്ടീസ് ആവുന്നത് ഈ റൺ പേയ്മെന്റ് ആണ്. അതായത് നിങ്ങൾ ഒരു മാസത്തിൽ 1 ടൈം റൺ പേയ്മെന്റ് ഒക്കെ ചെയ്തു, അതായത് നോർമലായിട്ട് നമുക്ക് നമ്മൾ കേരളത്തിൽ റെന്റ് എങ്ങനെ നോർമലായിട്ട് വരിക, ഒരു 10,000 15,000, ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 20,000-25,000 ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ എന്താ പറയുക നമ്മുടെ റെന്റ് വരിക. അതായത് നമ്മുടെ ഇപ്പം ഏതെങ്കിലും റെന്റിന് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ. പക്ഷേ നിങ്ങൾക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിന് അറിയ പരിപാടിയൊക്കെ. അതായത് മിക്ക ആൾക്കാരും ഈ റൺ പേയ്മെന്റ് എന്ന് പറഞ്ഞെടുക്കുന്നത് അവർ തന്നെയാണ് ക്യാഷ് എടുക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ ഈ സാധനങ്ങൾ ഇപ്പോൾ ഒരു മാസത്തിൽ കുറേ വട്ടം എടുക്കണവരുടെ ആണ് മെജോറിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് ഡിക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അന്നെങ്കിൽ കാർഡ് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഈ റൺ പേയ്മെന്റ് കുറേ പ്രാവശ്യം ചെയ്യണം. അത് ചിലർ 6,000 എടുക്കും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ എടുക്കും, ചിലവർ ഇങ്ങനെ മറിച്ചിട്ട് അടയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോട്ടീസ് ആയി കഴിഞ്ഞാൽ ബാങ്കുകൾ അപ്പം തന്നെ, ഇത് ആക്ച്വലി സോഫ്റ്റ്വെയർ ആണ്, അപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. അപ്പോൾ അവർ ഡിറ്റക്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്താ പറയുക, ഒരു ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ ചെയ്താൽ കണ്ട, അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് കുറേ ഹൈ എമൗണ്ട് എടുക്കണം നോക്കിക്കണം, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി കാർഡ് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി ലിമിറ്റ് ഇൻക്രീസ് ഒരു ഡിക്രീസ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ബാങ്കിന് കൊടുക്കും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൺ പേയ്മെന്റ് കുറേ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഹൈ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ലിമിറ്റിന്റെ ഒരു 90% 100% ഒക്കെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കാന്ന് വെച്ചാൽ അപ്പം തന്നെ കാർഡ് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ലിമിറ്റ് ഇൻക്രീസ് വരും. ചിലപ്പോൾ 50% 60% ഒക്കെ ലിമിറ്റ് ഡിക്രീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 കയ്യിൽ നിങ്ങൾ ലിമിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ 10,000-ലേക്ക് മാറുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഒരു ഗുണമില്ലാണ്ടാവും ക്രെഡിറ്റ് കാർഡ് കൊണ്ട്. അപ്പോൾ ഈ റൺ പേയ്മെന്റ് മാക്സിമം നിങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കുക. റൺ പേയ്മെന്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാലറ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്ന പരിപാടി കിട്ടാം. പിന്നെ മെയിൻ ആയിട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് യൂസ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ആമസോൺ ICICI കാർഡ് ഉണ്ട്. മെജോറിറ്റി ആൾക്കാരും ഈ ആമസോൺ ICICI കാർഡിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ആമസോൺ പ്രൈം യൂസേഴ്സിന്. എന്താ ചെയ്യുക, അവരുടെ കാർഡ് ഉപയോഗിച്ച് അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിക്കും അടുത്തുള്ളവരെയും എല്ലാവർക്കും ഈ സാധനം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ബൾക്കായിട്ട് ചിലപ്പോൾ ചിലർ ഇപ്പോൾ ആൾക്കൊരു ഫോൺ വാങ്ങിച്ചു, ആളുടെ ഫ്രണ്ടിനും ഒരു ഫോൺ വാങ്ങിച്ചു, ചിലപ്പോൾ ഫാമിലിക്കും ഫോൺ വാങ്ങിച്ചു. അങ്ങനെ ചിലപ്പോൾ ഒരൊറ്റ കാർഡ് കൊണ്ട് ചിലപ്പോൾ അടുപ്പിച്ച കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ 4-5 ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സോഫ്റ്റ്വെയർ തീരുമാനിക്കുക അത് ബിസിനസ് യൂസ് ആണ്.
പേഴ്സണൽ ഇത് ആക്ച്വലി നമ്മുടെ ഈ കാർഡുകളൊക്കെ പേഴ്സണൽ യൂസ് ആണ്, ബിസിനസ് യൂസേഴ്സിനുള്ള ക്രെഡിറ്റ് കാർഡ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് ബിസിനസ് യൂസ് ആയിട്ട് കണക്കാക്കിയിട്ട് പിന്നെ കാർഡ് ബ്ലോക്ക് ആവും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ. പിന്നെ അതാണ് ഇപ്പം രണ്ടാമതും ഇത്രയും കാർഡുകൾ ബ്ലോക്ക് ആവാനും ലിമിറ്റ് ഇൻക്രീസ് ഒക്കെ നടക്കാനുള്ള മെയിൻ വേറൊരു റീസൺ. പിന്നെയാണ് നിങ്ങളുടെ സിബിൽ സ്കോർ ഡിക്രീസ്, ഭയങ്കരമായിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ എന്തെങ്കിലും ഡ്രാസ്റ്റിക്കലി ഇപ്പോൾ ഒരു മാസത്തിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിമിറ്റ് ഇൻക്രീസ് ഭയങ്കരമായിട്ട് ഓഫർ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്തു. നമ്മളോട് എന്താ പറയുക, നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരുമ്പോൾ നമ്മൾ ചോദിക്കും വേണോ കൺഫേം ചെയ്യണമൊക്കെ ചോദിക്കും. പക്ഷേ ഡിക്രീസ് വരുമ്പോൾ ഒന്നും ചോദിക്കില്ല, ഓട്ടോമാറ്റിക്കലി തന്നെയാവും അത്. മെസ്സേജ് വരുമ്പോൾ നമ്മളറിയാം. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. ഈ മെയിൻ 3 പോയിന്റ്സ് ആണ് മെജോറിറ്റി ആൾക്കാർക്കും ഇപ്പോൾ റീസെന്റ് ഫ്രീക്വന്റ്ലി പ്രത്യേകിച്ച് റൺ പേയ്മെന്റ് ആണ് മെയിൻ ആൾക്കാർക്ക് വരുന്ന പ്രോബ്ലം, നമ്മുടെ ലിമിറ്റ് ഇൻക്രീസ് വരാനുള്ള സംഭവം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ അണ്ടർ 30% നോക്കിയിട്ടും മറക്കണ്ട. നിങ്ങൾക്ക് അത്രയ്ക്കും ഇപ്പോൾ നിങ്ങളുടെ കാർഡിൽ ഒരു 10,000 ലിമിറ്റ് ഉള്ളൂ അല്ലെങ്കിൽ 50,000 ലിമിറ്റ് ഉള്ളൂ, നിങ്ങൾക്ക് അത്രയ്ക്കും ടൈറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുകയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ലിമിറ്റ് കൂടും. അപ്പോൾ ടോട്ടൽ ലിമിറ്റിന്റെ 30% ആണ് നോക്കുക, അല്ലാണ്ട് ഒരു കാർഡിന്റെ 30% അല്ല നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ മൾട്ടിപ്പിൾ കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് agenti.bankstamp.in നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ റെഫറൽ ലിങ്ക് ആണല്ലാതെ. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ഈസിയായി തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വിത്തൗട്ട് ഇൻകം പ്രൂഫ് ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്രൂവൽ ആയിട്ട് കിട്ടുന്ന ഈ മാസത്തെ കുറച്ച് 2-3 കാർഡുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചാനൽ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ചെയ്യാൻ ഷെയർ ചെയ്യുക. അടുത്ത പോലെ കാണാം.